മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സമീപ ദിവസമാണ് കേരളീയ സമൂഹം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊറാട്ട് നാടകം തിരുവനന്തപുരത്ത് അരങ്ങേറിയത്. ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ ഒന്ന് ഒരു മേയറാണ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ കേരളത്തിലെ ഏറ്റവും പക്വത കുറഞ്ഞ ഒരാളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മേയറുടെ ഭർത്താവ് കേരളത്തിലെ നിയമസഭയിലെ ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിനും കഴിഞ്ഞില്ല. ഒരു MLA എന്ന നിലയിലും അതിലുപരി ഒരു മേയർ എന്നുള്ള നിലയിലും രണ്ടുപേരും കാഴ്ചവെച്ച പ്രകടനങ്ങൾ കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിദയനീയം ആയിരുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാത്രി 10:30 മണിക്ക് കേരള നിയമസഭയിലെ MLA ആയിരിക്കുന്ന ഒരു ജനപ്രതിനിധി ഒരു ട്രാൻസ്പോർട്ട് ബസ്സിനകത്തേക്ക് കയറുകയാണ്. അദ്ദേഹം ആക്രോശിച്ചു. ആക്രോശത്തിൽ ഭയന്ന യാത്രക്കാർ യാതൊരു മടിയും കൂടാതെ തെരുവിലേക്ക് പെരുവഴിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഇവിടെ ഈ MLAയുടെ ആക്രോശത്തിൻ്റെ മുന്നിൽ, ധാർഷ്ട്യത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരാണ് എന്ന് ധീരതയോടെ പറയുവാനും ലക്ഷ്യസ്ഥാനത്ത് ബസ് എത്താതെ ഇറങ്ങുകയില്ല എന്ന് പ്രതികരിക്കുവാനും ആ യാത്രക്കാരിൽ ഒരാൾക്ക് പോലും കഴിഞ്ഞില്ല എന്നത് നമ്മുടെ സമൂഹത്തിൽ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട നപുംസക ജന്മങ്ങൾ വർദ്ധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രതികരണ ശേഷിയെക്കുറിച്ചാണ്. പഴയ നിയമ വേദപുസ്തകത്തിൽ സദൃശ്യവാക്യങ്ങൾ 24-ാം അധ്യായത്തിൽ 11-12 വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. മരണത്തിന് കൊണ്ടുപോകുന്നവരെ രക്ഷിക്കുവാൻ ശ്രമിക്കുക, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കുക ഇല്ലയോ. അപ്പോൾ സദൃശ്യവാക്യങ്ങൾ 24-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നിസ്സംഗതയും അവഗണനയും വൈമനസ്യവും പുലർത്തി സ്വാർത്ഥതയിലൂന്നി ജീവിക്കുന്നവർ തങ്ങൾക്ക് നേരെ അടുത്തടുത്ത് വരുന്ന ദുരന്തങ്ങൾ നേരിട്ട് മതിയാവൂ എന്ന് ഈ വേദവാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ജർമ്മനിയിലെ ലൂതറൻ പാസ്റ്റർ മാർട്ടിൻ നിമോളറുടെ വളരെ പ്രശസ്തമായ ഒരു കവിതയാണ് ഫസ്റ്റ് ദേ കെയിം. ഫസ്റ്റ് ദേ കെയിം എന്ന ഇംഗ്ലീഷ് കവിത ആദ്യം അവർ വന്നത് എന്ന ശീർഷകത്തിൽ മലയാള ഭാഷയിലേക്ക് തർജിമ ചെയ്തത് മലയാള ഭാഷയുടെ പുണ്യമായിരിക്കുന്ന ശ്രീ ദേശമംഗലം രാമകൃഷ്ണനാണ്. ആ കവിതയിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരെ കണ്ട് നൊമ്പരപ്പെടുന്ന പാസ്റ്റർ മാർട്ടിൻ നിമോളറെയാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. ആ കവിത ഇപ്രകാരമാണ് പറയുന്നത്: ആദ്യം അവർ വന്നത് കമ്മ്യൂണിസ്റ്റുകളെ തേടിയാണ്. ഞാൻ എതിർത്തില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ. പിന്നെ അവർ വന്നത് സോഷ്യലിസ്റ്റുകളെ തേടിയാണ്. ഞാൻ എതിർത്തില്ല, കാരണം ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലല്ലോ.
പിന്നെ അവർ വന്നത് ട്രേഡ് യൂണിയൻ നേതാക്കളെ തേടിയാണ്. അപ്പോഴും ഞാൻ എതിർത്തില്ല. കാരണം ഞാനൊരു ട്രേഡ് യൂണിയൻ നേതാവ് അല്ലായിരുന്നു. പിന്നെ അവർ വന്നത് ജൂതന്മാരെ തേടിയാണ്. അപ്പോഴും ഞാൻ എതിർത്തില്ല. കാരണം ഞാനൊരു ജൂതനല്ലല്ലോ. പിന്നീട് അവർ വന്നത് എന്നെ തേടിയാണ്. അപ്പോഴേക്കും എനിക്ക് വേണ്ടി പറയാൻ മറ്റാരും ശേഷിച്ചിരുന്നില്ല. എനിക്ക് വേണ്ടി ചെറുത്തു നിൽക്കുവാൻ മറ്റാരും ശേഷിച്ചിരുന്നില്ല. ഇപ്പം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ സമയോചിതമായിട്ട് പ്രതികരിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ട് കേവലം നപുംസകന്മാരായി ജീവിക്കേണ്ട ഗതികേട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവിടെ തിരുവനന്തപുരത്ത് അരങ്ങേറിയ മേയറും ഭർത്താവും ചേർന്ന് നടത്തിയ പൊറാട്ട് നാടകത്തിൽ കൃത്യമായി വ്യക്തതയോടുകൂടി ട്രാൻസ്പോർട്ട് ബസ്സിലെ ഡ്രൈവറായിരുന്ന യദു പ്രതികരിച്ചു എന്നുള്ളത് അഭിമാനകരമായ ഒരു വസ്തുതയാണ്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ 47 മുതൽ 51 വരെയുള്ള വേദഭാഗത്ത് കർത്താവായ യേശുവിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ അനുയായി മഹാപുരോഹിതൻ്റെ ചെവി അറുത്ത് താഴെയിട്ടു. ഈ സന്ദർഭത്തിൽ യേശു അതിശക്തമായിട്ടാണ് പ്രതികരിച്ചത്. അത് പാടില്ല, നീ ചെയ്തത് തെറ്റാണെന്ന് അവനോട് പറയുക മാത്രമല്ല, ആ താഴെ കിടന്ന ചെവിയെടുത്ത് പൂർവസ്ഥിതിയിലാക്കി അവന് സൗഖ്യം നൽകുന്ന യേശുവിനെയാണ് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 47 മുതൽ 51 വരെയുള്ള വേദഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏറ്റവും ചുരുക്കമായിട്ട് പറഞ്ഞാൽ, ഒരു നാട് നശിക്കുന്നത് തിന്മ ചെയ്തവരെ കൊണ്ടായിരിക്കില്ല. എന്നാൽ ഒരു നാട് നശിക്കുന്നത് തിന്മ കണ്ടിട്ടും പ്രതികരിക്കാതെ നിൽക്കുന്നവരെ കൊണ്ടായിരിക്കുമെന്ന് പറഞ്ഞത് സാധാരണക്കാരനായിരുന്നില്ല, ആൽബർട്ട് ഐൻസ്റ്റീനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യത്വത്തെ സ്നേഹിക്കുന്നവർ നിശബ്ദരായിരിക്കാൻ പാടില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ കവിത നമുക്ക് നൽകുന്നത്. പ്രതികരിക്കേണ്ട സമയങ്ങളിൽ ആത്മധൈര്യത്തോടുകൂടി ധീരതയോടുകൂടി പ്രതികരിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.